ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കിഡിലും ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തൈരും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള കളർ ഉണ്ടാവും. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും, ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കോട്ടെ. അതുപോലെ തന്നെ ഉപ്പ് പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതേപോലെ മിക്സ് ആക്കിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കും ഒരു 10-15 മിനിറ്റോളം. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു കോൺസ് റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു ഷീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, വേറെ ഫ്ലേവർ അങ്ങനെ മാറിപ്പോകും. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ആദ്യം തന്നെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഇറച്ചി പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ മാവ്, അതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് ആ ഒരു സമൂസ ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് ഫസ്റ്റ് തന്നെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിക്കുക. മൈദയാണ് പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരല്പം നോക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതുപോലെ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് കണ്ടില്ലേ, ഈ ഒരു സോഫ്റ്റ്നെസ് കുഴച്ചെടുക്കുക. ഓവർ ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ലിങ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് തന്നെ ചിക്കൻ നല്ലപോലെ എണ്ണയിലിട്ടതിന് ശേഷം ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അടപ്പ് തുറന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ഒരു ടൈമിൽ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്ന നേരം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കേട്ടോ, ഓവർ വലുപ്പമില്ല, ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ആ ഒരു സവാളയും ക്യാപ്സിക്കം ഒരു ഹാഫ് കുക്ക് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ വഴറ്റിയെടുക്കുകയും വേണ്ട, കാരണം നമുക്ക് ഇടയ്ക്കത് കടിക്കാൻ കിട്ടണം, എപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സവാളയും ക്യാപ്സിക്കം ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ട് ചെറുതായിട്ട് കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ, അത് അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പം മതി കേട്ടോ. ഇനിയിപ്പോൾ നോർമൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല വലുപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കുക. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കണേ. നമ്മുടെ സമൂസ ഷീറ്റൊക്കെ പോലെ തന്നെ പരത്തിയെടുക്കുക. അങ്ങനെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. നല്ല നേരിയതായിട്ട്, മാക്സിമം എത്രത്തോളം നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രയും നേരിയതാക്കി പരത്തുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടിയെടുക്കണം ഈ ഒരു മാവിനെ. അങ്ങനെ മൊത്തത്തിൽ ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നവരെ നിൽക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മൾ നോർമലി സമൂസ ഷീറ്റ് വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയല്ല വാട്ടിയെടുക്കുമല്ലോ, ആ ഒരു സെയിം രീതി തന്നെയാണ് കേട്ടോ ഇതും ചെയ്യേണ്ടത്. കളറ് മൊത്തത്തിൽ മാറി ചപ്പാത്തിയൊക്കെ പോലെ കളറ് മാറാതെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു ബബിൾ വരുന്ന ടൈമിൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരെണ്ണം റെഡിയായി. ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. അതെന്താ വാട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഫൈനലി ഇതൊന്ന് ചുട്ടെടുക്കും, എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇപ്പോൾ ഒന്ന് വാട്ടിയെടുത്താൽ മതി, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ല, അതിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് വേണ്ടുന്നത്ര നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം, അതുവരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ മയോണൈസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കാര്യങ്ങളൊക്കെ ചേർക്കുക കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നമുക്ക് എന്തെല്ലാം ചേർത്താലും ഇതിൽ ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മയോണൈസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ക്രീമി ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അടുത്തത് നമ്മൾ ഓരോരോ ഷീറ്റ് ചുട്ടെടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരു തുണിയിൽ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും, ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. അല്ലാതെ നിങ്ങൾ തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും, മൈദയല്ലേ. അപ്പോൾ നിങ്ങളൊരു കാസ്ട്രോളിലോ പ്ലേറ്റിലോ തുണിയിലോ വെച്ചിട്ട് അടച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഓരോ ഷീറ്റ് ഇതുപോലെ ബോർഡിൽ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നടുവേ നീളത്തിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് 2 കോൺസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്ന് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഓരോന്നോരോന്ന് തുണീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കോൺസൊക്കെ ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ ഇനി നമുക്കിങ്ങനെ കോൺ റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിഡിലായിട്ട് കുറച്ച് മൈദയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഗമ്മാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സമൂസയൊക്കെ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുമല്ലോ, അതേ സെയിം ഗം തന്നെ. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു കോണാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, കാരണം ഓരോ സ്റ്റൈലിലല്ലേ പറയുക. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു എൻഡിൽ ആ ഒരു ഗമ്മ് നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുക. ഇപ്പം കണ്ടില്ല, നല്ല ഭംഗിയുള്ള കോണായിട്ട് കിട്ടിയില്ലേ. ഇത്രേ പരിപാടിയുള്ളൂ. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോൺസ് മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റമാണ് സേമിയ, വറുത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതുപോലത്തെ നേരിയ സേമിയ കിട്ടുന്നുണ്ടല്ലോ നമുക്ക്, അങ്ങനത്തത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് മൈദയുടെ ആ ഒരു മൈദപ്പൊടി പച്ചവെള്ളം കൊണ്ട് മിക്സ് ആക്കിയിട്ടുള്ള ഗമ്മ് വേണം. പിന്നെ നമ്മുടെ ചിക്കൻ ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഓരോരോ കോൺസ് എടുത്തതിന് ശേഷം ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. അത് നല്ല ടൈറ്റായിട്ട് മൊത്തത്തിൽ ഫില്ലാവുന്ന പോലെ തന്നെ നിറച്ച് കൊടുക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എങ്കിലേ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്കത് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഫില്ലിങ് നിറയെ വേണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ മുകൾ ഭാഗം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഗമ്മില്ല മൈദയുടെ, അതിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം സേമിയയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1/2 ഇഞ്ച് വലുപ്പത്തിൽ മാത്രം ഗമ്മ് മുക്കിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു മുക്കിയ ഭാഗത്ത് മാത്രം സേമിയ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മാക്സിമം നല്ല ഭംഗിയിൽ തന്നെ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ കുറച്ച് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ല, സെർവ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിക്കൊക്കെ ഐറ്റംസ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പുതുമ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ കോൺസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലിങ് ഓൾറെഡി വെന്തതാണ്, പിന്നെ സേമിയ വറുത്ത് സേമിയാണ്, അതുപോലെ തന്നെ ഷീറ്റും നമ്മൾ പകുതി കുക്കായതാണല്ലോ, വാട്ടിയെടുത്ത ഷീറ്റല്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണ മുകളിലേക്ക് തട്ടിക്കൊടുക്കുക, ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും നമ്മുടെ ഒരു കോണ് റെഡി ആയിട്ടുണ്ട്. ഒരുപാടെണ്ണം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, വലിയ പാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കോൺസ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇതിന് പേരിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു പേര് പറ കേട്ടോ, നമുക്ക് നോക്കാമല്ലോ. എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്ന് ഈവനിങ് നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.